ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. പലരും കമന്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് കംപ്ലീറ്റ് ലിസ്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെയും കൂടി, അതായത് ജൂലൈ മാസം 28 മുതൽ ആഗസ്റ്റ് മാസം 10 വരെ രണ്ടാഴ്ചത്തെ ടോട്ടൽ കംപ്ലീറ്റ് ലിസ്റ്റുകൾ റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 52ഓളം റിലീസുകളാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ആ ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് മാമനിത എന്ന് പറഞ്ഞ വിജയ് സേതുപതി പ്രധാന വേഷം കൈകാട്ടിയ സിനിമയാണ്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. റെഡ് സാൻഡൽ വുഡ് എന്നാണ് സിനിമയുടെ പേര്. തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ETVയിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. രുദ്ര ഗരുഡ പുരാണ എന്നാണ് സിനിമയുടെ പേര്. അൾട്രാ പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് യൂട്യൂബിൽ റിലീസ് ചെയ്ത ഒരു ഹിന്ദി സിനിമയാണ്. അമീർ ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിതാരെ സമീൻ പർ എന്ന് പറയുന്ന സിനിമ യൂട്യൂബിൽ 100 രൂപ കൊടുത്ത് കാണാവുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്ത നമ്മുടെ സിദ്ധാർത്ഥും ശരത്കുമാറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു 3 BHK എന്ന് പറയുന്ന സിനിമ. ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞൊരു ത്രില്ലർ മൂവിയാണ്. മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. ബക്കൈറ്റി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് C5ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു മലയാള സിനിമയാണ്. പ്രളയശേഷം ഒരു മത്സ്യകന്യക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സി സ്പേസ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമ തന്നെയാണ്. ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സുരഭില സുന്ദര സ്വപ്നം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൊണ്ണക്സ് OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഓ ബാമ അയ്യോ രാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക്, തമിഴ് ഭാഷകളായിട്ട് ETVയിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു മിനി സീരീസ് ആണ്. സ്പാനിഷ് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. ഡോസ്റ്റംബാസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, സ്പാനിഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് സിനിമയാണ്. സ്വാസിക, ഗ്രേസ് ആന്റണി, ജീവ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പറന്ത് പോ എന്ന് പറഞ്ഞ സിനിമ. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ സിനിമയാണ്. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ കന്നഡ മൂവിയാണ്. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത സിനിമയാണ്. സീസ് കഡ്ഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സീസ് കഡ്ഡി ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് സീരീസ് ആണ്. നെറ്റ്വർക്ക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് നമ്മുടെ നിതിൻ പ്രധാന വേഷം കൈകാര്യം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് തമ്മുടു എന്ന് പറയുന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിൽ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ്, ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് സീരീസ് ആണ്. വെഡ്നസ്ഡേ എന്ന് പറഞ്ഞ സീരീസ് രണ്ടാമത്തെ സീസണാണ്. 4 എപ്പിസോഡുകളാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത 4 എപ്പിസോഡുകൾ സെപ്റ്റംബർ മാസം 3 റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ പിക്കപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് മെറ്റീരിയലിസ്റ്റ് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 2 ഓപ്ഷനിൽ ബുക്ക് മൈ ഷോസിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് ഒരു ഡിജിറ്റൽ റിലീസാണ്. ചൈനീസ് ആനിമേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നേഴ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ, എക്കാലത്തെയും 5ാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ. ഓക്കെ, നേഴ 2 എന്ന് പറഞ്ഞ ആനിമേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഓക്കെ, അടുത്ത സിനിമ 28 years later എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആണ് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആപ്പിൾ TV പ്ലസിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈവനിങ് ഷാഡോസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. നിവിട്ട മട്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ്, സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫോട്ടോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് കന്നഡ ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ
ഫാന്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യക്ക് പുറത്തായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ് ഓഹോ എന്താണ് ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ സ്വാസിക, ഐശ്വര്യലക്ഷ്മി, സൂര്യ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയായിരുന്നു മാമൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ സി5 ഇപ്പോൾ അവൈലബിൾ ആണ്, തമിഴ് ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്ത കലയരശം പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു ട്രെൻഡിങ് എന്ന് പറഞ്ഞ സിനിമ. ആഗസ്റ്റ് മാസം 8-ാം തീയതി സൺനെക്സ് OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസ് ചെയ്തു. അടുത്തത് യാതും അറിയാന്ന് പറഞ്ഞ ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആഹാ തമിഴിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് സീരീസ് ആണ്, ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. മായാസഭ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സോണി ലീവ് OTT പ്ലാറ്റ്ഫോം വഴി തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലവ് ഹേർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ്, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ടു ഡൈ എലോൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് സീരീസ് ആണ്, ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. അറേബ്യ കാതലി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ സീരീസ് തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ബാഡ് മഷുലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ടൊവിനോ തോമസ്, ഭാവന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നടികർ എന്ന് പറഞ്ഞ ഡ്രാമ കോമഡി വിഭാഗത്തിൽ വരുന്ന മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. മലയാള ഭാഷ കൂടാതെ മറ്റ് ഭാഷകളിലും അവൈലബിൾ ആണ്, തമിഴ് ഭാഷകളിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തൊരു കന്നഡ മൂവിയാണ്. ഹെബുലി കട്ട് എന്നാണ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ കന്നഡ മൂവിയുടെ പേര് വരുന്നത്. സൺനെക്സ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മൂവിയാണ്. ഡയമണ്ട്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ്, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ബൈഡ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ആണ് ഈ ഒരു സിനിമ 2 ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്, ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. ഏതു നേരത്താണാവോ എന്ന് പറഞ്ഞ സിനിമ. മനോരമാക്സ് വഴി ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. ഫൈൻഡിങ് നൈന എന്ന് പറഞ്ഞൊരു ഈ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവി കൂടി ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് പ്രറ്റി തിങ്സ് എന്ന സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലൈറ്റ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. സലാക്കാർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കലാഭവൻ നവാസ്, ജഹ്ന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു ഇഴ എന്ന് പറഞ്ഞ സിനിമ. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. റസ എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്. മൊത്തേവാരി ലവ് സ്റ്റോറി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്ക് സീരീസ് ആണ്, ഫസ്റ്റ് സീസൺ ആണ്. സി5 ഈ ഒരു സീരീസിന്റെ തെലുങ്ക് ഭാഷ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എ മദേഴ്സ് സ്പെഷ്യൽ ലവ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് VR OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ടിമ്മന മൊട്ടകാലു എന്നാണ് ഈ കന്നഡ സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. ദിലീഷ് പോത്തൻ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മനസ വാച എന്ന് പറഞ്ഞ സിനിമ. മനോരമാക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി റൊമാൻറ്റിക് ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് ലിസ ഫ്രാങ്കസ്റ്റി എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. റെഡ് ലെറ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഷമാരോബി OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വേ ഹോം എന്ന് പറഞ്ഞ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അറബിക് മൂവിയാണ്. ഡാനിഷ്, അറബിക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ സീരീസുകളാണ്. 52 റിലീസുകളാണ് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ജൂലൈ മാസം 28-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 10-ാം തീയതി വരെ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളുടെയും സീരീസുകളുടെയും കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.